ഇത് ഏറ്റവും പുതിയ RTR 160 4V. അപ്പോൾ ഇതിൽ കുറച്ച് മാറ്റങ്ങൾ TVS കൊണ്ടുവന്നുണ്ട്. ഇതിൽ 20th ആനിവേഴ്സറി എഡിഷൻ ആണ്. അതുകൂടാണ്ട് കുറച്ച് ഫീച്ചേഴ്സ് എക്സ്ട്രാ ഇതിൽ കൊണ്ടുവന്നുണ്ട്. അതെന്തൊക്കെയെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ 160 4V. നമുക്ക് ഫ്രണ്ടിൽ തന്നെ കാണാൻ ഒരു പ്രൊജക്ടർ LED ഹെഡ് ലാംപ്സ്, DRLs നമുക്കിവിടെ കാണാൻ പറ്റും. അതുകൂടാണ്ട് ഫ്രണ്ടിൽ നമുക്ക് ഒരു അപ്സൈഡ് ഡൗൺ സസ്പെൻഷൻ, ഗോൾഡൻ കളർ അപ്സൈഡ് ഡൗൺ സസ്പെൻഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ 270mm ഫ്രണ്ട് പെറ്റൽ ഡിസ്ക് ബ്രേക്സും അത് കൂടാണ്ട് നമുക്ക് ഒരു അലോയ് വീൽസ് അവർ കൊടുത്തിട്ടുണ്ട്. അതിലും കുറച്ച് സ്റ്റിക്കറിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ എഞ്ചിൻ ഒരു 159.7cc എഞ്ചിനാണ്. ഓയിൽ എയർ കൂൾഡ് എഞ്ചിനാണ്. റേസ് ഡിറൈവ്ഡ് O3C ടെക്നോളജി വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. ഇതിന് ഓൾമോസ്റ്റ് 17.5 PS ആൻഡ് 14.7 Nm ഓഫ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മോഡ്സ് ഉണ്ട്, 3 റൈഡിംഗ് മോഡ്സ് ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആ ഒരു എക്സോസ്റ്റ് കേട്ടോ. അവരുടെ ഒരു ഭയങ്കര സൈസ് ഉണ്ട് എക്സോസ്റ്റ് ആണ്. പണ്ടത്തെ സിംഗിൾ ടൈപ്പ് എക്സോസ്റ്റ് അല്ല, കുറച്ചുകൂടി സൈസുള്ള എക്സോസ്റ്റ് ആണ്. റിയലിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. ABS സ്വിച്ച് ചെയ്യാൻ പറ്റില്ല, ബട്ട് ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് സ്വിച്ചബിൾ ആണ്. വലിയൊരു ഹഗ്ഗർ കൊടുത്തിട്ടുണ്ട്. ചെളി തെറിക്കില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ റിയലിൽ ഇതേ ഒരു മോണോഷോക്ക് സസ്പെൻഷൻ ആണ് ഈ വണ്ടിക്ക് അവർ പ്രൊവൈഡ് ചെയ്തേക്കണ. ആ ഒരു ബോക്സ് ടൈപ്പ് സ്വിങ് ആമും നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് ടെയിൽ ലാമ്പിന് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ആ സെയിം കൈൻഡ് ഓഫ് ടെയിൽ ലാമ്പും നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സും നമുക്ക് ഈ സൈഡിൽ കാണാൻ പറ്റും. ആൻഡ് ഈ സൈഡിലേക്ക് നമുക്ക് നോക്കാൻ പോയാൽ 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് ഇതിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് ആ ഒരു എൻജിൻ സൈഡും ആ ഒരു മാറ്റ് കളർ വേർഷനും വണ്ടിയുടെ. ഇത് 20th ആനിവേഴ്സറി എഡിഷൻ ആണ്. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളും കളർ സ്കീമിലാണ് അവർ മെയിനായിട്ട് കൊണ്ടുവന്നേക്കണേ. നെക്സ്റ്റ് നോക്കുമ്പോൾ ഈ ഒരു 5-inch TFT ഡിസ്പ്ലേ നമ്മൾ RTRൽ 310 കണ്ടുവന്നേക്കണ അതേ ഒരു ഡിസ്പ്ലേ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് കൂടാണ്ട് ഇതിനിപ്പോൾ 3 മോഡ്സ് ഉണ്ട്. മോഡ്സ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ. ഉണ്ടോ, ഏർബൻ, സ്പോർട്ട്, റെയിൻ, ഈ 3 മോഡ്സ് ആണുള്ളത്. അത് കൂടാണ്ട് നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാം, ABS ഓഫ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ ജസ്റ്റ് ഈ മോഡ്സ് ഞെക്കി പിടിച്ചാൽ നമുക്ക് ഓരോന്നിലും നമുക്ക് മാറി നോക്കാൻ പറ്റും. ട്രാക്ഷനിലേക്ക് ഇവിടെ ഞെക്കിയിട്ട് നമ്മൾ കണ്ട ഓട്ടോ ബ്രൈറ്റ് ആണ്. ഓട്ടോ ബ്രൈറ്റ് അതായത് തന്നെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണ്. അതുകൂടാണ്ട് ഇവിടേക്ക് പോയാൽ നമുക്ക് ടോപ്പ് സ്പീഡ്, ലാപ്പ് ടൈമർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. ഇങ്ങോട്ടേക്ക് പോയാൽ ആവറേജ് സ്പീഡ്, അവിടെ അത് മാത്രമേ ഉള്ളൂ. ട്രിപ്പ് ഡിസ്റ്റൻസിൽ പോയാൽ ഓഡോമീറ്റർ, ട്രിപ്പ് ഡിസ്റ്റൻസ് കണ്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കിതിൽ കാണാൻ പറ്റും. ആ ഒരു ടാക്കോമീറ്റർ നമുക്ക് കാണാം. ഇത്രയും സാധനങ്ങളാണ്. ഇതിൻ്റെ മെനുവിലേക്ക് പോകാൻ പറ്റിയൊരു മോഡ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്പോർട്ട്, ഏർബൻ, റൈഡ് മോഡ്സിൽ പവറിന് വ്യത്യാസമുണ്ട്. സ്പോർട്ട് മോഡിലാണ് മാക്സിമം പവർ ഇടുന്നത്, 17.5 PS ആണ്. അതുകൊണ്ട് ഏർബൻ ആൻഡ് റൈഡ് മോഡിൽ നമുക്ക് 15.5 PS ഓഫ് പവറാണ്. അതുകൊണ്ട് 14.21 Nm ഓഫ് ടോർക്കാണ് ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യണ ഓരോ മോഡ്സിൽ. അപ്പോൾ മോഡ്സ് അനുസരിച്ച് പവറും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അല്ല, വൈഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാർസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ്, ഹോണ്, പാസ്, പിന്നെ അഡ്ജസ്റ്റബിൾ ലിവേഴ്സും ഇതിൽ അവർ കൊടുത്തിട്ടുണ്ടോ. രണ്ട് സൈഡിലും നമുക്ക് അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് കാണാം. ആൻഡ് ഇതാണ് ആ ഒരു ടാങ്ക് കേട്ടോ. ആ ഐക്കോണിക് ടാങ്ക് എന്ന് പറയാം. സൈഡിൽ തന്നെ E20 കോംപ്ലൈൻ്റ് ആണ്. E20 സപ്പോർട്ട് ചെയ്യണ ഒരു എഞ്ചിനാണ് ഈ ഒരു പുതിയ RTR 160 4V. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക്. ഒരു ക്വിക്ക് വാക്ക് അറൗണ്ട് വീഡിയോ ആണ് ജസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളവർ. ഇതിൻ്റെ പ്രൈസ്, ടോപ്പ് വേരിയൻ്റെ പ്രൈസ് 160 തന്നെ 147,000 ആണ് എക്സ് ഷോറൂം. 147,000 ആണ് എക്സ് ഷോറൂം എന്നത്. ആ താഴെ ഹൈപ്പർ എഡ്ജ് എന്നൊക്കെ പറഞ്ഞ് ആ RTRൻ്റെ ആ ഒരു ഡിസ്പ്ലേയും ആ ഒരു RTR എന്ന് എഴുതിയേക്കണം സ്റ്റിക്കർ വർക്കും കൊണ്ട് മാറ്റ് ഫിനിഷിൽ നല്ല രസമുണ്ട്. വണ്ടി കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ ഒരു സീറ്റും ഇതിന് സിംഗിൾ സീറ്റാണ്. 200 ഞാൻ കാണിച്ചു തരാം. 200-ന് ഒരു സ്പ്ലിറ്റ് സീറ്റാണ് അവർ കൊടുത്തേക്കണത്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് തന്നെ 147 kg ആണ്. അതുകൂടാണ്ട് സീറ്റ് ഹൈറ്റ് 800 mm ആണ്. എൻ്റെ ഹൈറ്റ് 5'6" ആണ്. എനിക്ക് ഓൾമോസ്റ്റ് ഹാഫ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. 12 liters ഓഫ് ടാങ്ക് കപ്പാസിറ്റി ആണ്. ആൻഡ് 180 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. അതായത് നമ്മുടെ റോട്ടിൽ കൂടെ ഓടിക്കാൻ അത്യാവശ്യമുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളുണ്ട്. ഇതാണ് ഇതിൻ്റെ റൈഡിംഗ് പൊസിഷൻ. അത്യാവശ്യം അപ്രൈറ്റ് ആണ്. നമ്മുടെ കാല് കറക്റ്റ് നേരെ താഴെ ഇരിക്കണം. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല അപ്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റേണ്ടതിൽ അതൊക്കെ ബാക്കി നമ്മൾ റൈഡ് റിവ്യൂവിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. നല്ല ബേസ് ഉള്ള ഒരു എക്സോസ്റ്റ് നോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് തന്നെ 147,000 rupees എക്സ് ഷോറൂം ഫോർ ദ ടോപ്പ് വേരിയൻ്റ് ആണ്. അതായത് അപ്സൈഡ് ഡൗൺ സസ്പെൻഷൻ ഉള്ളത്. ഇതിൻ്റെ നോർമൽ പഴയ മോഡലും ഇപ്പോഴും ഉണ്ട്. ആ പഴയ ഹെഡ് ലാമ്പുള്ള മോഡലും നമുക്ക് നോർമൽ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ വന്ന മോഡലും ഇപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ 2 മോഡൽസും ഇപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇത് കൂടാണ്ട് കുറേ അടിപൊളി കളേഴ്സും അവർ ഇറക്കിയിട്ടുണ്ട്. കുറച്ച് കളർ ഓപ്ഷൻസ് ഉണ്ട്. കുറച്ച് മറ്റേ ജെൻസി കളേഴ്സ് എന്നാണ് ഇപ്പോൾ TVS പറയപ്പെടുന്നത്. എൻടോർക്കിന് അവർ ജെൻസി കളേഴ്സാണ് ഇറക്കിയേക്കണേ. അതേപോലെ കുറച്ച് കളേഴ്സും അവർ ഇപ്രാവശ്യം ഈ ഒരു 160 4Vക്കും 200-നും ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 160. നമുക്ക് 200-നെ പറ്റി കാണാം.
അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് വണ്ടികളിലൂടെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 204 നമ്മുടെ 164 ഫ്രണ്ടിൽ നിന്ന് കണ്ടാൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നും മനസ്സിലാവില്ല. സെയിം ആ ഒരു LED ഹെഡ് ലാംപ്സ് ആണ് കൊടുത്തേക്കുന്നത്. 37mm ഡയയുടെ അപ്സൈഡ് ഡൗൺ ഗോൾഡൻ കളർ സസ്പെൻഷനാണ്. ഫ്രണ്ട് നമുക്ക് കാണാം റെഡ് അലോയ് വീൽസ് ആണ്. നോർമലിനാണെങ്കിൽ 160 ആണെങ്കിൽ ഒരു ബ്ലാക്ക് അലോയ് വീൽസ് ആണ് കൊടുത്തേക്കുന്നത്. 270mm ഫ്രണ്ട് പെറ്റൽ ഡിസ്ക് ബ്രേക്ക് വിത്ത് രണ്ടിനും ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. നമുക്ക് ABS ഉണ്ട്. അതുകൊണ്ട് 3 റൈഡിംഗ് മോഡ്സ് ഉണ്ട്. വിത്ത് TFT ഡിസ്പ്ലേ തന്നെയാണ്. ഇതിന് 200 ആണെങ്കിൽ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഒരു സീറ്റ് ആയിരിക്കും. പിന്നെ എക്സോസ്റ്റും വ്യത്യാസം ഉണ്ട്. 160 എക്സോസ്റ്റും ഇതാണ് നമ്മുടെ 200 എക്സോസ്റ്റും. റിയറിൽ നോക്കാൻ പോയാൽ സെയിം ഒരു 220mm പെറ്റൽ ഡിസ്ക് തന്നെയാണ് ഇതിലും കൊടുത്തേക്കുന്നത്. മോണോഷോക്ക് സസ്പെൻഷൻ രണ്ടിനും മോണോഷോക്കാണ്. ആ ഒരു റിയറിലെ ഹഗ്ഗർ നോക്കിയാലും റിയറിലെ ടെയിൽ ലാമ്പ് നോക്കിയാലും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ നമ്മുടെ ക്ലസ്റ്റർ അടിച്ചു പോയി ഗൈസ്. ക്ലസ്റ്റർ പോയി. ഈ കണ്ടുവന്നേക്കണം അതേ ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ് നമുക്ക് 200 വന്നേക്കണം. സെയിം ആ ഒരു ട്രാക്ഷൻ കൺട്രോളും 3 റൈഡിംഗ് മോഡ്സ് ഉണ്ട്. നമുക്ക് സ്പോർട്ട്, റെയിൻ, ഏർബൻ അങ്ങനത്തെ 3 മോഡ്സ് ഉണ്ട്. ഇതിന് പവർ പ്രൊഡ്യൂസ് ചെയ്യണത് ഇതിൽ വന്നേക്കുന്ന എഞ്ചിൻ നോക്കാൻ പോയാൽ നമുക്ക് 197.6 cc നമുക്ക് എയർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ്. ആ സെയിം റേസ് ഡീറൈവ്ഡ് O3C എഞ്ചിനാണ് ഇതിന് കൊടുത്തേക്കുന്നത്. ഇറ്റ് പ്രൊഡ്യൂസിങ് ഓൾമോസ്റ്റ് 20.5 PS ആൻഡ് 17+ ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കാണ് ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ പവർഫുൾ എഞ്ചിൻ, ആ 200 എഞ്ചിൻ, ഇതൊക്കെ നമ്മൾ റേസ് ട്രാക്കിൽ ഓടിച്ച ഒരു മോഡലാണ് ഈ ഒരു 200. അപ്പോൾ അതിൻ്റെ തന്നെ ഓൾമോസ്റ്റ് ഒരു പുത്തൻ കളർ വേർഷനാണ് ഇവിടെ ഇറക്കിയേക്കുന്നത്. നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു ആനിവേഴ്സറി എഡിഷനും അവർ ഇറക്കിയിട്ടുണ്ട്. കുറേ കളർ വേരിയൻസ് ഉണ്ട്. ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റെ പ്രൈസ് വന്നത് ഏകദേശം 1,59,000 റുപ്പീസാണ് എക്സ് ഷോറൂം തന്നെ 200. മറ്റേതാണെങ്കിൽ 1,48,000 റുപ്പീസാണ് എക്സ് ഷോറൂം എന്നത്. അപ്പോൾ ഇതാണ് വണ്ടികൾ. ഇത് സെയിം ആ 12 ലിറ്റേഴ്സിൻ്റെ ടാങ്കും ആ ഒരു ബാക്കി നമുക്ക് സീറ്റ് ആയിട്ട് നോക്കാൻ പോയാൽ ഞാൻ 160 ഇരുന്ന അതേ സീറ്റ് ആയിട്ട് തന്നെ ഇതിനും ഓൾമോസ്റ്റ് വെയിറ്റ് നോക്കാൻ പോയാൽ 151 kg ഉണ്ട്. അതാണ് 147 kg ആണ് അതിൻ്റെ വെയിറ്റ് തന്നെ. അപ്പോൾ ഇതാണ് ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെ കേട്ടോ. ആ ഒരു നമുക്ക് അഡ്ജസ്റ്റബിൾ ലിവേഴ്സും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്കിതിലും കാണാം. അപ്പോൾ ഈ 204 വെയിറ്റ് 151 kg ആണ്. അതുകൂടാണ്ട് 180mm ഗ്രൗണ്ട് ക്ലിയറൻസും 800mm തന്നെയാണ് സീറ്റ് ആയിട്ട്. എൻ്റെ ഹൈറ്റ് 5'6" ആണ്. എനിക്ക് ഓൾമോസ്റ്റ് ഹാഫ് ഫുട്ടാണ്. ഈസി ആയിട്ട് ഫ്ലാറ്റ് ഗ്രൗണ്ടിന് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചിങ് കാര്യങ്ങളൊക്കെ വേണ്ട 3 റൈഡിംഗ് മോഡ്സ് ഉണ്ട്. റെയിൻ, ഏർബൻ, സ്പോർട്ട്. അപ്പോൾ സ്പോർട്ട് മോഡിലാണ് നമുക്ക് മാക്സിമം 20.5 PS ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് ഇടുന്ന. ബാക്കി എല്ലാത്തിലും നമുക്ക് കുറച്ച് പവർ കട്ട് ചെയ്ത് 13.5 kW ഉണ്ടെന്നാണ് ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് അവർ പറയണ. ബാക്കി മോഡ്സിലൊക്കെ ടോർക്ക് ആയാലും കുറച്ച് 2 Nm ഓഫ് ടോർക്ക് കുറവാണ് ബാക്കി 2 റൈഡിംഗ് മോഡ്സിലും. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് സ്മാർട്ട് എക്സ് കണക്ട് TVSൻ്റെ അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. 12 liters ഓഫ് ടാങ്ക് കപ്പാസിറ്റി ഉണ്ട്. ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് ഇപ്പോഴും അവർ കൊടുക്കുന്നുണ്ട്. നമുക്ക് നോർമൽ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ തന്നെ ബേസ് വേരിയൻറ്റും ഇപ്പോഴും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ 20-year ആനിവേഴ്സറി ആയിട്ട് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ് അവരിപ്പോൾ പുതിയ കളേഴ്സും പുതിയ വേരിയൻസും ഹോൾ ന്യൂ മേക്ക് ഓവർ, ഒരു ഫ്രണ്ട് ലുക്ക് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് അവർ ഇപ്രാവശ്യം ഇറക്കിയേക്കണേ. അപ്പോൾ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റെ പ്രൈസ് തന്നെ 1,59,60,000 റുപ്പീസാണ് എക്സ് ഷോറൂം വന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഏറ്റവും അടുത്തുള്ള TVSൻ്റെ ഷോറൂമിൽ പോയാൽ നിങ്ങൾക്ക് ഇത് ചെക്കൗട്ട് ചെയ്യാം. അവിടെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഉടനെ കാര്യം കുറേ വേരിയൻസ് ഇറക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാ വേരിയൻസിനും അവർ 20th year ആനിവേഴ്സറി എഡിഷൻ ഇറക്കിയിട്ടുണ്ട്. എല്ലാ TVSൻ്റെ വണ്ടികൾക്കും ഒരു ബ്ലാക്ക് കളർ തീമിൽ അതിൻ്റെ ഒരു റീൽ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പോയി ചെക്കൗട്ട് ചെയ്യാം. സോ യെസ്, അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. സോ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ ബെല്ലേക്ക് നിൽക്കുക. അടുത്ത വീഡിയോ ബെല്ലിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരും നിങ്ങൾ സ്വന്തം